ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു രാഷ്ട്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രമാണം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ്. ഭരണഘടന എന്നാണ് ഉത്തരമായിട്ട് വരിക. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങൾ ഏതെന്നാണ് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം, ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഘടന, അധികാരങ്ങൾ, നടപടിക്രമങ്ങൾ, പൗരന്റെ മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പരമോന്നത നിയമം ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 8 പട്ടികയാണുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 395 ആണ്. അപ്പോൾ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 25ഉം നിലവിൽ എത്ര പട്ടികകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 12 പട്ടികകളുമാണ് നിലവിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഏത് തീയതിയിലാണെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1949 നവംബർ 26 തീയതിയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1950 ജനുവരി മാസം 26 തീയതിയാണ്. അംഗീകരിച്ചത് നവംബർ 26, 1949. അഡോപ്റ്റ് ചെയ്തത് കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ 1950 ജനുവരി 26 ആണ്.